ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് നാം ഒരിക്കലും പരിധി വെക്കാനായിട്ട് പാടില്ല. ഓരോ ദിവസവും കർത്താവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൻ്റെ അകത്തും സ്നേഹത്തിൻ്റെ അകത്തും നാം വർദ്ധിച്ചു വരണം. അതോടൊപ്പം അധികമായി നാം ദൈവശബ്ദം കേൾക്കുകയും ചെയ്യണം. അങ്ങനെ മുൻപോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനായി മാറും. ഞാൻ ഇനിയും പറയുവാനായിട്ട് പോകുന്ന ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. ഒരു വേദഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ഈ സന്ദേശം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. മോശയുടെ മനോഹരമായ ചില വാക്കുകളാണ് എൻ്റെ ഹൃദയത്തെ ഏറെ പിടിച്ചു കുലുക്കിയ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ എന്ന് വിശേഷണം കിട്ടിയ, അത്ര ശക്തമായി ദൈവത്തിൻ്റെ കരത്തിൽ ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവമനുഷ്യൻ്റെ വാക്കുകൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 29-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: യഹോവയുടെ ദാസന്മാരെല്ലാവരും പ്രവാചകന്മാരാകുകയും അടുത്തത് യഹോവ തൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ ആ വാക്യം നിങ്ങൾ കണ്ടോ? യഹോവയുടെ ജനമെല്ലാം പ്രവാചകന്മാരായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. എത്ര വിശാലമായ കാഴ്ചപ്പാടാണ്, എത്ര ചിന്തനീയമായ, അല്ലെങ്കിൽ നമ്മൾ എത്രയധികം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. ദൈവത്തിന് സ്തോത്രം. സത്യത്തിൽ ആരാണ് പ്രവാചകൻ? പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലോചനയെ ഭൂമിയിൽ സ്വീകരിക്കുന്ന, ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ ആലോചനയെ, അതേ പ്രത്യേകിച്ച് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുന്ന, അതറിയുന്ന ഒരു വ്യക്തിയാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. പഴയ നിയമ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ 3 തരത്തിലുള്ള ഓഫീസുകളാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, പ്രവാചകൻ, പുരോഹിതൻ, രാജാവ്. പുരോഹിതൻ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ദൈവത്തിനും ജനത്തിനും ഇടയിൽ നിന്നുകൊണ്ട് ജനത്തിനു വേണ്ടി ആത്മിക ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പ്രവാചകൻ എന്ന് പറയുന്നത് ജനത്തിനും ദൈവത്തിനും ഇടയിൽ നിന്നുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള ആലോചന മനുഷ്യരെ അല്ലെങ്കിൽ അറിയിച്ചുകൊണ്ടിരുന്ന, ശ്രേഷ്ഠകരമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണ്. പിന്നീടുള്ളത് രാജാവാണ്. രാജാവിനെ ദൈവം അഭിഷേകം ചെയ്യുകയും നിയമിക്കുകയും ഒക്കെ ചെയ്തത് ന്യായവും നീതിയോടും കൂടെയുള്ള ഭരണത്തിനായിട്ടാണ്. ഇങ്ങനെയാണ് പഴയ നിയമകാലം മുൻപോട്ട് പോയത്. എന്നാൽ പുതിയ നിയമകാലത്തിലേക്ക് വന്നപ്പോൾ കുറച്ചൊക്കെ വ്യത്യസ്തതയുണ്ടായി. 5 തരത്തിലുള്ള ഓഫീസുകളാണ് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ. നമുക്കറിയാം, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ, ഇങ്ങനെ പോകുന്നു. ഇന്ന് നമ്മൾ ഈ പ്രവചനത്തെക്കുറിച്ചാണ് ഒന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, നമ്മളെല്ലാവരും അറിയപ്പെടുന്ന പ്രവാചകന്മാരായി മാറി സ്റ്റേജുകളിലൊക്കെ ശോഭിക്കുന്ന അങ്ങനെ ഒരു കാര്യമേ അല്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്ത് നാം ഓരോരുത്തരും ദൈവശബ്ദം കേട്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ദേശത്തിലൊക്കെ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് അങ്ങനെയുള്ള ഒരു ഉന്നതമായ ആത്മീക നിലവാരത്തിൽ നമുക്ക് എങ്ങനെ മുൻപോട്ട് പോകാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രവചനം എന്ന് പറയുന്നത്. ഇത് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് സാധാരണക്കാരായ ആളുകളെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ആളുകൾ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് ഈ പ്രവചനം എന്ന് പറയുന്നത്. ഞാൻ ഇന്നത്തെ കാലത്തെ പ്രവചനത്തെ ആ ഭാഗത്തേക്കേ ഞാൻ പോകുന്നില്ല. കാരണം വീട് കാണുന്നു, കതക് കാണുന്നു, വാതിൽ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരായ ആളുകളെയൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പ്രവചന ശുശ്രൂഷകൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമൂലം ദൈവനാമം അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും പ്രവചനത്തിനെതിരല്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. എന്നെ അറിയാവുന്ന ധാരാളം ആളുകൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം ഞാനൊരു പ്രൊഫറ്റാണെന്നും പറഞ്ഞ് നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വരാനും ഒന്നുമല്ല. ഒത്തിരി ആൾക്കാർ പ്രവചനത്തിൻ്റെ കാര്യത്തിനായിട്ട് അറിയാനായിട്ട് എന്നെ വിളിക്കാറുണ്ട്. പലരോടും ഞാനൊന്നും മിണ്ടാറ് പോലുമില്ല. കാരണം ദൈവം പറയാത്ത ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ അതിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം സാധ്യതയുള്ളൊരു മേഖലയാണ് ഈ പ്രവചനം എന്ന് പറയുന്ന മേഖല. അപ്പം ഈ പ്രവചനം കിട്ടാനായിട്ട് ദീർഘനാളുകളിൽ ഉപവാസമൊക്കെ ഇരുന്ന ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ അവർക്ക് പ്രവചനം പോയിട്ട് ഒരു വെളിപ്പാട് പോലും അവർക്ക് കിട്ടിയില്ലെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ദൈവത്തിന് സ്തോത്രം മറ്റൊരു തലത്തിലാണ്. എന്ന് പറഞ്ഞാൽ
ദൈവത്തോടുകൂടെ യഥാർത്ഥമായ ഒരു കൂട്ടായ്മ ബന്ധത്തിൽ നമ്മൾ നടന്നാൽ നമ്മൾ ഒരു പ്രവാചകനായി മാറും എന്നുള്ള ഒരു കാര്യമാണ്. ഓരോ പ്രിയപ്പെട്ടവരും ആ ഒരു നിലവാരത്തിലേക്ക് ഉയർന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മോശ പറഞ്ഞ വാക്കുകൾ കേട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. എന്താണ്? യഹോവയുടെ ജനമെല്ലാം പ്രവാചകന്മാരായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ ദൈവം നിയമിച്ച ചില പ്രവാചകന്മാരുണ്ട്. അപ്പോസ്തലനായ പൗലോസിന്റെ ചില വാക്കുകൾ ഞാൻ ഈ തരുണത്തിൽ ഓർക്കുന്നുണ്ട്. അത് മറന്നുകൊണ്ടല്ല ഈ മെസ്സേജ് പറയുന്നത്. എല്ലാവരും പ്രവാചകന്മാരോ എല്ലാവരും അപ്പോസ്തലന്മാരോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ, ദൈവത്തിന് സ്തോത്രം, എങ്ങനെ നമുക്കൊരു പ്രവാചകനായി മാറാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ തിരുവചന സന്ദേശം കേട്ട നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. എങ്ങനെയാണ് ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തിൻ്റെ അകത്ത് ഒരു വ്യക്തിക്ക് നടക്കാനായിട്ട് പറ്റുന്നത്. ഞാൻ അന്നേരം ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു. 365 സംവത്സരം ഭൂമിയിൽ ജീവിച്ചിരുന്ന് 300 വർഷം മക്കളെ ജനിപ്പിച്ച് ദൈവത്തോടു കൂടെ നടന്ന ഒരു ദൈവമനുഷ്യൻ. അദ്ദേഹത്തിന് ദൈവത്തോടു കൂടെയുള്ള കൂട്ടായ്മ ഒരിക്കലും വിരസതയുണ്ടാക്കിയില്ല. ഏറ്റവും ഒടുവിൽ ദൈവം തന്നെ എടുത്തുകൊണ്ടുപോയി. അത് മറ്റാരുമല്ല, ഹാനോക്കാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ മെസ്സേജ് കേൾക്കാത്തവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മെസ്സേജ് ഒന്ന് പോയി കേൾക്കുക. അപ്പം അവിടെ അദ്ദേഹം ഒരു പ്രവാചകനാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ യൂദായുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ആദാം മുതൽ 7-മനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഭക്തികെട്ട പാപികൾ തനിക്ക് നേരെ പറഞ്ഞ പ്രവർത്തികൾ നിമിത്തമായി ഭക്തികെട്ടവരെയൊക്കെ ന്യായം വിധിക്കാൻ 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നുവെന്ന് പ്രവചിച്ചു പറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഹാനോക്ക് പ്രവചിച്ചുവെന്ന് യൂദായുടെ ലേഖനത്തിൽ കാണുന്നുണ്ട്. പക്ഷേ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഹാനോക്ക് പ്രവചിച്ചതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ ഭാഗം ഞാൻ ധ്യാനിച്ച് വായിച്ചപ്പോൾ വേദപുസ്തകത്തിന്റെ അകത്ത് ദൈവത്തോടുകൂടെ നടന്ന ദൈവഭക്തന്മാരുടെ ജീവിതമെല്ലാം ഞാൻ എടുത്ത് പഠിച്ചപ്പോൾ അവരെല്ലാം പ്രവാചകന്മാരായി മാറി എന്നുള്ള ഒരു വലിയ സത്യം ഞാൻ മനസ്സിലാക്കി. ഒന്ന്, അബ്രഹാം ദൈവത്തിന്റെ ഒരു പ്രവാചകനായിരുന്നു. 2, ഹാനോക്ക് ഒരു പ്രവാചകനായിരുന്നു. നോഹ ഒരു പ്രവാചകനായിരുന്നില്ലേ? വരാൻ പോകുന്ന പ്രളയത്തെക്കുറിച്ചുമൊക്കെ ദൈവം തനിക്ക് അരുളപ്പാട് കൊടുത്തു. അതൊക്കെ പറഞ്ഞ നീതിപ്രസംഗിയായ ഒരു മനുഷ്യനായിരുന്നു നോഹ. ദാവീദ് ഒരു പ്രവാചകനായിരുന്നു. അപ്പൊ വേദപുസ്തകത്തിലെ ദൈവത്തോടുകൂടെ നടന്ന ഒട്ടുമിക്ക ആളുകളെയും എടുത്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അവരെല്ലാം പ്രവാചകന്മാരായിരുന്നു എന്നുള്ളത്. ഞാനപ്പോൾ പറഞ്ഞ ആ സന്ദേശത്തിന്റെ പ്രധാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ കാലത്തും പരമാർത്ഥമായി നമ്മൾ ദൈവത്തോടുകൂടെ നടന്നാൽ നമ്മൾ ദൈവത്തിന്റെ ഒരു പ്രവാചകനായി മാറും. അതിനാരെങ്കിലും തലയെ കൊണ്ടൊന്ന് കൈവെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ പല പ്രവാചകന്മാരെ തേടി അന്വേഷിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആത്മാർത്ഥമായി ഹൃദയം നുറുങ്ങി ദൈവസന്നിധിയിലേക്ക് നാം സമർപ്പിച്ച് മുൻപോട്ട് പോയാൽ ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരുകയും നാം ദൈവത്തിന്റെ പ്രവാചകന്മാരായി മാറുകയും ചെയ്യും. ദൈവത്തിന്റെ പ്രവാചകന്മാരായി മാറും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവമാണ് നമ്മളോട് പിന്നീട് സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിച്ച ആ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ആദ്യമെടുത്ത ആ ഒരു വാക്യം, മോശ പറഞ്ഞ ഒരു വാക്യം, മോശ പറഞ്ഞ ചില വാചകങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത്? നിങ്ങൾ സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിലെ ഞാൻ ആ പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങളൊന്ന് ചിന്തിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് മോശയ്ക്ക് ഒറ്റയ്ക്ക് ഇസ്രായേൽ ജനത്തെ വഹിച്ചുകൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് യഹോവയാം ദൈവം 70 മൂപ്പന്മാരെ തെരഞ്ഞെടുത്ത് അവരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, നിന്റെ മേൽ ഞാൻ പകർന്ന ആത്മാവ് ഈ 70 പേരുടെ മേൽ പകരാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവരുടെ മേൽ പകരുന്ന സമയത്ത് അവർ പ്രവചിച്ചു, പിന്നെ പ്രവചിച്ചില്ലെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ സമയത്ത് ആ 70 പേരിൽ ഉൾപ്പെട്ട 2 പേർ ആ സ്ഥലത്ത് വരാതെ കൂടാരത്തിൽ ആയിരുന്നു. അവരുടെ പേരെന്ന് പറയുന്നത് ഏൽദാദ്, മേദാദ്. അപ്പം അവർ ആ കൂടാരത്തിലായിരുന്ന സമയത്ത് അവരവിടെ പ്രവചിച്ചു. ഇത് കണ്ടിട്ട് ഒരു ബാല്യക്കാരൻ ഓടി വന്നിട്ട് മോശയോട് പറയുകയാണ്, ദേ അവർ 2 പേര് പ്രവചിക്കുന്നു. ഉടനെ യോശുവ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, യജമാനനെ മോശയെ അവരെ വിരോധിക്കണമേ. ഉടനടി മോശ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഈ മെസ്സേജിന്റെ ആരംഭ ഭാഗത്തിൽ നമ്മൾ കേട്ടത്. യഹോവയുടെ ജനമെല്ലാം പ്രവാചകന്മാരായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നീ എന്നെക്കുറിച്ച് ഓർത്ത് അസൂയപ്പെടുന്നുവോ?
നീ വിചാരിക്കുന്നുവോ? അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, എല്ലാവരും ദൈവത്തിന്റെ പ്രവാചകന്മാരായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അതിന്റെ അർത്ഥം നാളെ മുതൽ ഉള്ള സ്ഥലങ്ങളിലെല്ലാം പോയി പ്രവചന ശുശ്രൂഷ ചെയ്യണമെന്നൊരർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ദൈവവുമായിട്ടുള്ള ഹൃദ്യമായൊരു ബന്ധത്തിലേക്ക് വന്നാൽ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പകരപ്പെടുമ്പോൾ നാം പ്രവാചകന്മാരായി മാറും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകൾ, കുറവുകൾ, പാപങ്ങൾ, നമ്മളുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. ദൈവം നമ്മളോട് അരുളപ്പാട് അതെ നൽകി തരാനായിട്ട് തുടങ്ങും. ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ ഇതുമായിട്ട് ചേർത്ത് പറയാനായിട്ട് പോവുകയാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആണ് യേശു കർത്താവ് ജീവിക്കുന്ന ദൈവമാണെന്ന് കേട്ടത്. എൻ്റെ സാക്ഷ്യം കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, കേൾക്കാത്തവരുണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. എൻ്റെ വീട്ടിലെ കുടുംബ പ്രശ്ന നിമിത്തമായിട്ട് 1.5 വയസ്സിൽ എൻ്റെ അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മറ്റ് ഗതിയില്ലാതെ മമ്മി പോയതാണ്. അപ്പം എൻ്റെ ബാല്യകാലങ്ങളിൽ ഒത്തിരി ഒറ്റപ്പെടലും വേദനകളും ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പല മെസ്സേജുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം കർത്താവ് ജീവിക്കുന്ന ദൈവമാണെന്നും ദൈവം സംസാരിക്കുന്ന ദൈവമാണെന്നും ഒക്കെ കേട്ടപ്പോൾ എൻ്റെ ഭാരം ഇറക്കി വെക്കാനും എൻ്റെ വേദന പറയാനും അന്നത്തെ കാലത്ത് ആരുമില്ലാതിരുന്നൊരു സമയമുണ്ട്. കാരണം ബന്ധുക്കളില്ല, സ്വന്തക്കാരും കയറത്തില്ല, എല്ലാവരും ശാപം കിട്ടിയ കുടുംബം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ വീടിനെ ഒറ്റപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ ഈ കൂട്ടായ്മ ബന്ധത്തിനായിട്ട് അല്ലെങ്കിൽ ഹൃദയം പങ്കുവെക്കാൻ ആരുമില്ല. അങ്ങനെ ഒരു ബാല്യകാലത്തിൽ, പിഞ്ചു പ്രായത്തിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനൊരു രാത്രിയിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, യേശുവേ, അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാനിങ്ങനെ കേട്ടു. എൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്, അവിടുന്ന് എന്നോടൊന്ന് സംസാരിക്കണേ എന്ന്. എന്നിട്ട് ഞാൻ ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു, കടന്നു. അങ്ങനെ 1-2 ദിവസങ്ങൾ ഇങ്ങനെ പോയി. അന്നേരം ദൈവം ഈ പറയുന്ന രീതിയിലൊന്നും എന്നോട് സംസാരിച്ചില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവം ഞാൻ പറയാം. ഒരു രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. എൻ്റെ പപ്പായുടെ കൈവിരലുകൾ ഇങ്ങനെ കടിച്ചു മുറിച്ച് ചോര ഒഴുകിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടു. വെളുപ്പിനെ ഞാനത് കണ്ടു, എഴുന്നേറ്റു. ഞാൻ വിചാരിച്ച രാത്രിയിൽ ഒരുപാട് സ്വപ്നം കാണും, അതുപോലെ കണ്ടൊരു സ്വപ്നമാണ്. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ഒരു പശുക്കിടാവ് ഉണ്ടായിരുന്നു. അതിന്റെ ദഹനക്കേടിനായിട്ട് ഈ മഞ്ഞൾ ഉരുട്ടി അതിന്റെ വായിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ പപ്പാടെ കൈവിരലിൽ അത് കയറി കടിച്ച് വിരല് മൊത്തം മുറിഞ്ഞു. ഈ മുറിഞ്ഞ വിരലുമായിട്ട് പപ്പ വീട്ടിലേക്ക് വന്നപ്പോൾ ഇത് കണ്ട ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ രാത്രിയിൽ കണ്ട അതേ കാഴ്ച എൻ്റെ കൺമുമ്പിൽ കണ്ടു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പിന്നീട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം എന്നോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന്. അന്ന് മുതൽ ഇന്നു വരെയും ഞങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവം ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചെറുതും വലുതുമായ കാര്യങ്ങൾ. അടുത്തത് അല്ലാതെയും ദൈവം വ്യക്തമായി സംസാരിക്കാറുണ്ട്. ദൈവം എനിക്ക് ആലോചന തന്നാൽ ആലോചന പറയുന്ന ഒരാളാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എനിക്ക് ഭയമുണ്ട്. ഭയമെന്ന് പറഞ്ഞാൽ പ്രവാചകനായ യെഹെസ്കേലിന്റെ പുസ്തകം 13-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഇന്ന് വായി തോന്നുന്നതൊക്കെ പ്രവചനമാണെന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നവരൊന്നും ഈ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ മന്ത്രിസഭയിൽ ഞാൻ അവരെ ഇരുത്തത്തില്ല. അടുത്തത്, ഇസ്രായേലിന്റെ പേർ വഴിച്ചാർത്തിൽ അവരുടെ പേരുണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോലും ചിലപ്പോൾ പേരുണ്ടാകുമോ അറിയത്തില്ല. കാരണം ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ അത് ദൈവത്തിന്റെ പേരിലാണ് പറയുന്നത്. അതുകൊണ്ട് ഈ വചനമകത്ത് കയറിയാൽ നമുക്കൊരു ഭയം ഉണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, ഞാൻ ഇത് ചർച്ചിലെ ശുശ്രൂഷകളിൽ വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ സഭയിലെ കുഞ്ഞുങ്ങൾ ദർശനം കാണാൻ തുടങ്ങി, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണാൻ തുടങ്ങി, സഹോദരന്മാരും കാണാനായിട്ട് തുടങ്ങി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിന് സ്തോത്രം, എവിടെങ്കിലും ഏതെങ്കിലുമൊക്കെ പ്രവാചകന്മാരിൽ നമ്മൾ ഡിപ്പെൻഡായി നമ്മുടെ ജീവിതം കുഴിയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അകത്ത് നമ്മൾ ദൈവശബ്ദം കേട്ട് നമ്മളൊരു ദൈവത്തിന്റെ ആകുന്നതല്ലേ. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലും കൂട്ടായ്മയിലും എല്ലാം ഈ ഒരു കാര്യം പറഞ്ഞ് ഞാൻ എൻകറേജ് ചെയ്യാറുണ്ട്, മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ മറ്റുള്ളവരിൽ ആശ്രയിക്കാതെ നിങ്ങൾ തന്നെ കടന്നു വരിക, ദൈവത്തോട് സംസാരിക്കുക. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്ന് താൻ ഒരു പ്രവാചകനായതിൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം എൻ്റെ വിശ്വാസത്തിന്റെ ദീർഘകാല യാത്രകളിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഏതൊരു വ്യക്തിയും ദൈവത്തോടുകൂടെ സമയം ചെലവഴിച്ച് പാപത്തെ വിട്ട് അകന്ന് മുൻപോട്ട് പോയാൽ ആ വ്യക്തിയോട് ദൈവം സംസാരിക്കും.
കാരണം ജീവനില്ലാത്ത കല്ലിനെയോ മണ്ണിനെയോ മരത്തെയോ ഒന്നുമല്ല നമ്മൾ സേവിക്കുന്നത്, ജീവനുള്ള ദൈവത്തെയാണ് സേവിക്കുന്നത്. ഞാൻ ആ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ സന്ദേശം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ഹൃദയം പോലും കൊതിക്കുമ്പോൾ ആത്മാർത്ഥമായി കർത്താവേ എന്നോട് സംസാരിക്കണമേ, എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നെ കാണിക്കണമേ, ദേശത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നോട് സംസാരിക്കണമേ എന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് നമ്മളോട് സംസാരിക്കും, നമ്മുടെ കുറവുകൾ വെളിപ്പെടുത്തും, നമ്മുടെ ജീവിതം തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആകും, നമ്മുടെ ആ നിരാശകൾ മനസ്സിൽ നിന്ന് മാറും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മോശയുടെ വചനങ്ങൾ, മോശയുടെ വാക്കുകൾ ഇത്ര മനോഹരമായ വാക്കുകളാണ്. എന്താണ്? യഹോവയുടെ ജനമെല്ലാം പ്രവാചകന്മാരായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, ഇല്ലേ? ദൈവത്തിന് സ്തോത്രം. ഈ പ്രാർത്ഥനയോടെ ഈ സന്ദേശം നമുക്ക് ദൈവസന്നിധിയിൽ നിർത്താം. കർത്താവേ, ഞങ്ങളുടെ തലമുറകളെല്ലാം ദൈവത്തിന്റെ പ്രവാചകന്മാരായി മാറട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, കർത്താവിനെ അറിഞ്ഞവരെല്ലാം അവരെല്ലാം പ്രവാചകന്മാരായി മാറട്ടെ. ചതിക്കഴിവുകളിൽ ഒന്നും പെട്ടുപോകാതെ ആ നിലയിൽ മുൻപോട്ട് പോകുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകി തരട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.